ഫൈനലി ഇതിനൊരു എതിരാളി വന്നിരിക്കുകയാണ്. അതാണ് ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ. സോ ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷാവർഷം നിങ്ങളിത് റിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ ഈ സാധനം വെറുതെ കെട്ടിക്കൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെ CID മൂസയെ പറയുന്ന പോലെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാനാണോ സാർ തോക്ക് എന്ന് പറയുന്ന പോലെ ചുമ്മാ കെട്ടിക്കൊണ്ട് നടക്കാം, ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. പക്ഷേ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ അവിടെയാണ് അവരുടെ USP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ടൈം അത് ഉപയോഗിക്കാം. അവർക്കും സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പക്ഷേ അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലൈക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ എക്സെട്ര ഒക്കെ യൂസ് ചെയ്ത് പോവാം. സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഹെൽത്തും പിന്നെ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കിട്ടും. ഈ സാധനം അങ്ങനെയല്ല. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒരു ഉപയോഗമില്ല, ചുമ്മാ ഇങ്ങിട്ടുണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സോ അവിടെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. ബട്ട് അതുകൊണ്ട് മാത്രമായില്ല, ഇത് യൂസ് ചെയ്യുന്നവരറിയാലോ, ക്രിസ്ത്യാനോനെ പോലത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. അതുപോലെ തന്നെ കോഹ്ലിയും അങ്ങനെ വലിയ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ടു ഗെറ്റ് ദി ആക്യുറേറ്റ് ഡാറ്റ. ആൻഡ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ സാധനമുള്ള ചാർജിങ് എന്ന് പറയുന്നത്, ഈ സാധനം ചാർജ് ചെയ്യാൻ ഇത് ഊരണ്ട, കൈ തന്നെ ഇട്ട് ചാർജ് ചെയ്യാം. അതിൻ്റെ ഒരു സാധനമുണ്ട്, ഒരു വയർലെസ് ചാർജർ. അത് ചാർജ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആയിക്കോളും. പക്ഷേ ഫിറ്റ്ബിറ്റ് അങ്ങനെയല്ല, അത് ഊരണം. ഊരിയിട്ട് സാധാരണ പാൻറ്റ് പോലെ കുത്തിയിട്ട് കഴിഞ്ഞാൽ ചാർജ് ആകത്തുള്ളൂ. ഒരു മണിക്കൂറൊക്കെ എടുക്കും ചാർജ് ചെയ്യാനായിട്ട്. ഇത് സമയം എടുക്കും ചാർജ് ചെയ്യാൻ, പക്ഷേ എന്താ കയ്യിൽ തന്നെ ഇരിക്കുവാണല്ലോ, ഊരണ്ടല്ലോ പാൻറ്റ്. അതാണ് ഇതും അതും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ ഓഫ് കോഴ്സ് ഇത് പ്രീമിയം ആണ് ഭയങ്കര. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20,000 രൂപയാണ് സ്റ്റാർട്ടിങ് പ്ലാൻ, വിച്ച് ഗോസ് അപ് ടു 45,000 രൂപ പെർ ഇയർ. അങ്ങനെ ലൈഫ് ടൈം നിങ്ങൾ പേ ചെയ്യണം, എന്നാൽ മാത്രമേ സാധനം മറിക്കത്തുള്ളൂ. മറ്റേത് അങ്ങനെയല്ല. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് ഒരു സാധനമാണ്. മറ്റേതും ഇപ്പം ഫോർ ദ ടൈം ബീങ് അത് ഭയങ്കര അഡ്വാൻസ്ഡ് അല്ല, ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഫസ്റ്റ് ജനല്ലേ. അപ്പോൾ അത് ആ ലെവലെത്തും. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ അത് ഗൂഗിളാണ്. അവന്മാർക്ക് വേണ്ടത് ഡാറ്റയാണ്. അവന്മാർക്ക് അത് തന്നെയാണ് വേണ്ടത്. മെയിൻ അവന്മാർക്ക് വേണ്ടത് ഡാറ്റയാണ്, നിങ്ങളുടെ കാശല്ല. ഈ സാധനം കൈ കെട്ടി ഡാറ്റ അടിച്ചുകൊണ്ട് പോവുക, അത് വെച്ച് കാശുണ്ടാക്കുക. അതാണ് ഗൂഗിളിൻ്റെ പരിപാടി. യെസ്, അപ്പം രണ്ടും തമ്മിലുള്ള സംഭവം ഇതാണ്. ഇതിലോട്ട് ചോദിക്കാം. ബൈ.